മലയാളത്തിന് വീണ്ടും ഒരു നഷ്ടം, മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു നഷ്ടമാണ്. ചലച്ചിത്ര സംവിധായകൻ ഷാഫി അന്തരിച്ചിരിക്കുന്നു. 57 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവെയാണ് അന്ത്യം. ഇപ്പോൾ അവിടെ ഇന്ദ്രൻസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക് അതുമുതൽ ഇങ്ങനെ നിരന്തരം വിളിക്കുകയും കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഇനി വർക്ക് ചെയ്യാനും ഒക്കെ ഒത്തിരി മോഹിച്ചതിനിടയ്ക്കാണല്ലോ അന്ന് പെട്ടെന്ന് പോയി. പ്രയാസമുണ്ട് എല്ലാവർക്കും. കുടുംബം വേദനിക്കുന്ന പോലെ തന്നെ കൂട്ടുകാർക്കും ആയിരിക്കും തോന്നുന്നു. വേദനയോടുകൂടി തന്നെയാണ് ഇന്ദ്രൻസ് പ്രതികരിച്ചത്. അതെ രജനി, അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒരാഴ്ചയായി മസ്തിഷ്കത്തിലെ രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. പുലർച്ചെ 12:30യോടെയാണ് അദ്ദേഹം അന്തരിക്കുന്നത്. പിന്നീട് മൃതദേഹം കൊച്ചിയിലെ വസതിയിലേക്ക് എത്തിച്ചു. വൈകിട്ട് 4 മണിക്കാണ് കലൂരിലെ ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ ഖബറടക്കുക. സുധീഷ് വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, നമ്മുടെ മലയാളത്തിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ്. ഏകദേശം 18ഓളം ചിത്രങ്ങൾ, അത് എല്ലാം വളരെ ഹിറ്റായ സിനിമകളാണ്. അത്രയും മെച്ചപ്പെട്ട സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹം 57-ാം വയസ്സിൽ വിട പറയുകയാണ്. പുലിവാൽ കല്യാണം അടക്കം നിരവധി സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചു. ഹിറ്റുകൾ നിരവധിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇന്ദ്രൻസ് പ്രതികരിച്ചു. ചലച്ചിത്ര മേഖലയിലെ നിരവധി ആളുകൾ എത്തുന്നുണ്ടോ അങ്ങോട്ടേക്ക്? സുധീഷ്. ഇവിടെ ആകും മൃതദേഹം ഉണ്ടാവുക. ഇവിടെ നിന്നും 9 മണിക്ക് ശേഷം പൊതുദർശനത്തിനായി മണപ്പാത്തിപ്പറമ്പിലെ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. അവിടെയാവും കൂടുതൽ സിനിമാ മേഖലയിലെ മറ്റും ആൾക്കാർ എത്തുക. അവിടെ 12 മണി വരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരികയും വൈകിട്ട് 4 മണിക്ക് കലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിനിമാ മേഖലയിലെ സംവിധായകൻ ലാൽ അടക്കമുള്ളവർ, ചലച്ചിത്രനടൻ ഇന്ദ്രൻസ് അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി മമ്മൂട്ടിയും സിബിമലയിൽ അടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയിരുന്നു. ഇനി സിനിമാ മേഖലയിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വീട്ടിലും മറ്റ് പൊതുദർശന സമയത്ത് അവിടെ ഓഡിറ്റോറിയത്തിലേക്കും എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും മലയാള സിനിമയ്ക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം സംവിധാനം ചെയ്ത സിനിമകളൊക്കെയും സൂപ്പർ ഹിറ്റുകൾ, അതിലുപരി നല്ല തമാശ സിനിമകളിലൂടെ ജനങ്ങളെ, എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന സിനിമകളായിരുന്നു ഇദ്ദേഹം സംവിധാനം ചെയ്തിരുന്നത് എടുത്തു പറയാവുന്നതാണ്. ഷെർലക് ടോംസിന് തിരക്കഥയും രചിച്ചിരുന്നു. ആദ്യ സിനിമയായ വൺ മാൻ ഷോയിലെ മുതൽ ഈ ബിരിയാണി കിട്ടിയാലോ ആ ഒരു സംഭാഷണം, അത് ഇപ്പോഴും സുഹൃത്തുക്കൾക്കിടയിലും എല്ലാം തന്നെ സാർവത്രികമായി അതൊരു പഴഞ്ചൊല്ലൊക്കെ പോലെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാചകമായി അത് മാറിപ്പോയി. അത്തരം നിരവധി രംഗങ്ങളും അതോടൊപ്പം തന്നെ സംഭാഷണ ശകലങ്ങളും ഒക്കെയാണ് ഷാഫിയുടെ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ പൂഞ്ഞിക്കരയായാലും അങ്ങനെ ഒരുപാട് പേർ അവരുടെ ആ കഥാപാത്രങ്ങളിലൂടെയും അവരുടെ സംഭാഷണങ്ങളിലൂടെയും എല്ലാം മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 18 സിനിമകളാണ്. അതിലൊരെണ്ണം തമിഴ് സിനിമയാണ്. വിക്രമിന് നായനായി മജ്ജ എന്ന സിനിമ. ഇത് തൊമ്മനും മക്കളും എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ റീമേക്ക് കൂടിയായിരുന്നു. അത്തരത്തിൽ ഓരോ സിനിമകളും എടുത്തു നോക്കിയാൽ അത് എല്ലാം തന്നെ പ്രേക്ഷകർക്ക് 100% സംതൃപ്തി തരുന്ന സിനിമകളായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. 90കളുടെ പകുതിയോടെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. ആദ്യം രാജസേന്റെയും ഒപ്പം സഹോദരനായ റാഫി മക്കാർട്ടും കൂട്ടുകെട്ടിലെ റാഫിയുടെയും സഹസംവിധായകനായാണ് സിനിമാ മേഖലയിൽ സജീവമാകുന്നത്. 95കളോട് ദില്ലി ബാലരാജകുമാരൻ തുടങ്ങിയുള്ള നിരവധി സിനിമകളിൽ അദ്ദേഹം ഒപ്പം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ ഷാഫിയുടെ അമ്മാവൻ, മാതൃ സഹോദരനാണ് സംവിധായകനായിരുന്നു സിദ്ദിഖിന്റെ ഫ്രണ്ട്സിലും സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിരവധി സിനിമകളിൽ സഹകരിച്ച് രാജശേഖരൻ, റാഫി ഒപ്പം സിദ്ദിഖിന്റെയും സിനിമകളിലൂടെയാണ് സംവിധാന രംഗത്തേക്ക് സഹസംവിധായകനായി മറ്റുമെത്തുന്നത്. അതിനുശേഷം 2001 വൺ മാൻ ഷോ തുടങ്ങി 2022 വരെ ആനന്ദം പരമാനന്ദം എന്ന സിനിമ വരെ
18 ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു നടനെ കേന്ദ്രീകരിച്ചായിരുന്നില്ല. വ്യത്യസ്ത ജയറാമിനെ ആയാലും ജയറാമിൽ തുടങ്ങി ദിലീപ്, മമ്മൂട്ടി, അതോടൊപ്പം തന്നെ പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ വ്യത്യസ്തമായ നടന്മാരെയാണ് താങ്കൾ തന്റെ സിനിമയിലെ നായകരായി തെരഞ്ഞെടുത്തത്. അതിൽ ബിജു മേനോനെയും കൃത്യമായി തന്നെ വിനിയോഗിച്ച ഒരു സംവിധായകനായിരുന്നു ഷാഫി എന്ന് പറയേണ്ടി വരും. ഷെർലക് ഹോംസ് വളരെ സാമ്പത്തിക വിജയം നേടിയ, പ്രേക്ഷകരുടെ പ്രീതി നേടിയ ഒരു സിനിമയായിരുന്നു. ആ രീതിയിൽ എടുത്ത സിനിമകളൊക്കെയും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരു സജീവമായി സിനിമാ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ വേർപാട്. കഴിഞ്ഞ 16-ാം തീയതിയാണ് വലിയ തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അവിടെ നടത്തിയ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവം ഉള്ളതായി കണ്ടെത്തിയത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നതും. ഇന്ന് പുലർച്ചെ 12:30-യോടെയാണ് മരണം സംഭവിച്ചത്. വിനോദ്. ശരി, എന്തായാലും സുധീഷ് ഗോപാല കൊച്ചിയിലെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളായിരുന്നു പങ്കുവച്ചുകൊണ്ടിരുന്നത്. അവിടെ പൊതുദർശനം നടക്കുകയാണ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഡെസ്കിൽ നിന്ന് KP സുരേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. KP, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷാഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴായാലും ഇങ്ങനെ ഒരു വിടവാങ്ങൽ ഉണ്ടാകുമെന്നുള്ള കാര്യം മലയാള സിനിമയ്ക്ക് അറിയാമായിരുന്നു. നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സംവിധായകനായിരുന്നു ഷാഫി. വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം എങ്ങനെ സിനിമാ ലോകം ഉൾക്കൊള്ളും? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മലയാള സിനിമയിലെ ഒരു ഹിറ്റ് മേക്കർ എന്നുള്ള ഒരു വിശേഷണത്തിന് എല്ലാം കൊണ്ടും അർഹനായ ഒരു സംവിധായകനായിരുന്നു ഷാഫി. അദ്ദേഹം കൈവച്ച മേഖലയിലൊക്കെയും അദ്ദേഹം മികവ് തെളിയിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഥ, തിരക്കഥ, സംവിധാനം, നിർമ്മാണം, അങ്ങനെ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അദ്ദേഹം തന്റെ തികവ് അടയാളപ്പെടുത്തിയ ഒരു സംവിധായകനാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മലയാളത്തിലെ എക്കാലത്തെയും നിരവധി സൂപ്പർ ഹിറ്റുകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ചിരിയുടെ പൂരം സമ്മാനിച്ച ഒരു സംവിധായകൻ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. സംവിധാനം ചെയ്തത് 18 സിനിമകളാണ്. ഈ 18 സിനിമകളിൽ 10-ലധികം സിനിമകളും വാണിജ്യപരമായിട്ടുള്ള വിജയം കണ്ട ഹിറ്റ് സിനിമകളാണ് എന്നതാണ് ഷാഫി എന്ന സംവിധായകന്റെ ഏറ്റവും നമ്മൾ സിനിമാ മേഖലയിൽ ശ്രദ്ധേയനാക്കുന്നത്. 2001-ൽ അദ്ദേഹം ഒരുക്കിയ വൺമാൻ ഷോ, അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. അദ്ദേഹം കഥയും ഒരുക്കിയത് വൺമാൻ ഷോ എന്നുള്ള ആ ഒരു സിനിമയ്ക്കാണ്. കഥ, സംവിധാനം, അങ്ങനെ ആ ഒരു ജയറാമിനെ നായകനാക്കിക്കൊണ്ടുള്ള ആ ഒരു സിനിമയിൽ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. അതിനുമുമ്പ് അദ്ദേഹം രാജസേനന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. റാഫി മെക്കാർട്ടിൻ, ഇരട്ട സംവിധായകര് റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി. ആ റാഫി മെക്കാർട്ടിൻ കൂട്ടുകെട്ടിലെ സഹസംവിധായകനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വൺമാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായിട്ട് രംഗത്ത് വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതൊക്കെയും മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളാണ്. മായാവി, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ചട്ടമ്പിനാട്, 2 കൺട്രീസ്, അങ്ങനെ അദ്ദേഹം ഒരുക്കിയ സിനിമകളൊക്കെയും വാണിജ്യപരമായിട്ടുള്ള വിജയം കണ്ട കൊമേഴ്സ്യൽ ഹിറ്റുകളായ സിനിമകളാണ് അദ്ദേഹം ഒരുക്കിയത്. അദ്ദേഹത്തിന്റെ ആ ഹാസ്യത്തിന്റെ മേമ്പൊടിയോടുകൂടി അദ്ദേഹം ഒരുക്കിയ സിനിമകൾ ഇന്നും മലയാളികൾ ഓർത്തോർത്ത് ചിരിക്കാൻ വക നൽകുന്നതാണ്. ഇന്നും ഈ സോഷ്യൽ മീഡിയയിലൊക്കെയും അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഭാഗങ്ങളൊക്കെയും മറ്റ് കഥാസന്ദർഭങ്ങളുമായി ചേർത്ത് വരുമ്പോൾ അത് ഓർത്തോർത്തിരിക്കാൻ അത്രത്തോളം വക നൽകുന്ന, അത്രത്തോളം എവർഗ്രീൻ ഹിറ്റുകൾ, കോമഡി ഹിറ്റുകളാണ് അദ്ദേഹം ഒരുക്കിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. മജ എന്ന പേരിൽ അദ്ദേഹം തൊമ്മനും മക്കളും തമിഴിലേക്ക് മൊഴിമാറ്റി സംവിധാനം ചെയ്തിട്ടുണ്ട്. വിക്രം ഹസൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങൾ അദ്ദേഹം ഒരുക്കിയ മജ എന്ന ആ ഒരു സിനിമ, അത് തമിഴിലെയും ഹിറ്റ് സിനിമകളാണ്. ഇങ്ങനെ മലയാളത്തിലും തമിഴിലുമായി 18ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ഒരു ഫിലിം മേക്കറാണ് അദ്ദേഹം. 2022-ൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അദ്ദേഹം അവസാനമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം. ഇതിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തിരക്കിന് ഇടയിലാണ് അദ്ദേഹത്തിന് ആകസ്മികമായ ഒരു രോഗം
ബാധിക്കുകയും പിന്നീട് വളരെ യാദൃശ്ചികമായി നമ്മെ വിട്ടുപിരിയുകയും ചെയ്തത്. മലയാളത്തിലെ സംവിധായകൻ എന്ന നിലയിൽ, ഹിറ്റ് മേക്കർ എന്ന നിലയിൽ എല്ലാ കാലത്തും അടയാളപ്പെടുത്തുന്ന ഒരു പേര് തന്നെയാണ് രജനി ഷാഫി. യെസ്, എന്തായാലും സിനിമയിലെ വിജയരഹസ്യം എന്താണ് എന്ന് ഒരിക്കൽ ഷാഫിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഷാഫി പറഞ്ഞ ഒരു കാര്യമാണ്, രഹസ്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ റേഷനരിയുടെ കാര്യം ഓർമ്മ വരും. കാരണം 10 കൊല്ലം ദാരിദ്ര്യം കൊണ്ട് തുടർച്ചയായ റേഷനറി കഴിച്ച് ജീവിച്ചവരാണ് ഞാനും എൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ തന്നെ. അപ്പോൾ ഒരു കഥ ആലോചിക്കുമ്പോൾ റേഷനറിയിലെ കല്ല് മനസ്സിൽ കിടന്നു വരും. അപ്പോൾ ഈ കുടുംബ പശ്ചാത്തലവും ഒക്കെ തന്നെ ഈ ആ സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകനായിരുന്നു ഷാഫി എന്ന് തന്നെ പറയാം. കഠിനാധ്വാനവും പ്രേക്ഷകരുടെ പൾസറിഞ്ഞ കഥകളും നർമ്മത്തിൻ്റെ മർമ്മവും ചേർത്തുണ്ടാക്കിയ ഒരു രസക്കൂട്ടായിരുന്നു ഈ ഷാഫിയുടെ സിനിമകളുടെ പ്രത്യേകത എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും, അല്ലേ കെ പി? പിന്നെ അദ്ദേഹം സംവിധായകൻ സിദ്ദിഖിന്റെ, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകരിൽ ഒരാളെ സിദ്ദിഖിന്റെ സഹോദരി പുത്രനോടൊപ്പം റാഫി മെക്കാട്ടർ, റാഫിയുടെ സഹോദരനാണ്. ഇങ്ങനെ കുടുംബപരമായിട്ട് തന്നെ അദ്ദേഹം സിനിമ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ രജന സൂചിപ്പിച്ചതുപോലെ തന്നെ, ആ കുട്ടിക്കാലത്തെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു പ്രാരാബ്ദത്തിന്റെ ആ ഒരു സമയത്ത് തന്നെ, സ്കൂൾ പഠനകാലത്ത് തന്നെ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ കലാപരമായ കഴിവുകൾ അദ്ദേഹം തന്റെ കൂട്ടുകാർക്ക് മുന്നിലും സ്കൂൾ തലത്തിലായാലും മികച്ച വിജയങ്ങൾ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ഈ സിദ്ദിഖ് സംവിധാന രംഗത്തേക്ക് കടന്നു വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സഹോദരനും സിനിമ ഒരു തൊഴിലായി സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ കലയെ അത്രത്തോളം സ്നേഹിച്ചവരായിരുന്നു. പിന്നീട് സിനിമ ആണ് ഞങ്ങളുടെ ജീവിതം, സിനിമ എന്നുള്ള മേഖലയെ അതിശയത്തോടെ കണ്ടതാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നത് സംവിധായകനായാലും അഭിനേതാക്കളായാലും അവർ വേറൊരു തങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള ആൾക്കാർ എന്ന രീതിയിലാണ് അവർ കണ്ടത്. പിന്നീട് സിദ്ദിഖ് സിനിമയിലേക്ക് ലാൽ കൂട്ടുകെട്ട്, പിന്നീട് സിദ്ദിഖ് ഒറ്റയ്ക്ക് സംവിധായകനായും തിരക്കഥാകൃത്തായും തിളങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ അമ്മാവന്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. രാജസേനന്റെ സിനിമകളിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ്. ദിൽവാല രാജകുമാരനടക്കമുള്ള സിനിമകളുടെ ഭാഗമായിരുന്നു അദ്ദേഹം. പിന്നീട് റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിലെ ആ ഹിറ്റ് ഫിലിം മേക്കേഴ്സിന്റെ കൂടെ സംവിധാന സഹായിയായിട്ട് വരുന്നു. പിന്നീട് 2001 അദ്ദേഹം കഥയൊരുക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത വൺ മാൻ ഷോ എന്ന സിനിമ ഒരുക്കിയത്. പിന്നീട് അദ്ദേഹം ഒരുക്കിയ എല്ലാ സിനിമകളുടെ രസക്കൂട്ട് എന്താണ് വിജയരഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞുകൊണ്ട്, നർമ്മത്തിന്റെ മർമ്മം അറിഞ്ഞുകൊണ്ടാണ് ഓരോ ഡയലോഗുകളും ഒരുക്കിയത്, ഓരോ സിനിമകളും ഒരുക്കിയതെന്നാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം 2001 പിന്നീട് 2002, 2003, 2004 ഓരോ വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഓരോ വർഷത്തിലും അദ്ദേഹം ഓരോ സിനിമകൾ ചെയ്യുന്നു. പിന്നീടാണ് അദ്ദേഹം സിനിമയ്ക്ക് ചില ഗ്യാപ്പുകൾ വരുന്നത്. ആ ഒരു കാലഘട്ടം 2001 തൊട്ട് അദ്ദേഹം എല്ലാ വർഷവും ഓരോ സിനിമകൾ എടുക്കുകയും ആ സിനിമകളൊക്കെയും മികച്ച സിനിമകളായിട്ട്, വാണിജ്യപരമായിട്ടുള്ള സൂപ്പർ ഹിറ്റുകളായി മാറിയ സിനിമകളാണെന്ന് പറയാം. അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് കല്യാണരാമൻ. ആ ഒരു സമയത്ത് മറ്റു ചിത്രങ്ങളൊക്കെയും പിന്തല്ലുകളുടെ വാണിജ്യപരമായിട്ട് ഏറ്റവും മികച്ച മികവ് നേടിയ ഒരു സിനിമയാണ് മായാവി. തൊമ്മനും മക്കളും മമ്മൂട്ടിയൊക്കെയും തകർത്തഭിനയിച്ചാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ആ ഒരു മാൻഡിസം പോലും മാറ്റിയെഴുതിയ സിനിമയാണ് മായാവി എന്നുള്ള സിനിമ എന്നൊക്കെ നമുക്ക് അറിയാം, പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും സിനിമയുടെ മറ്റൊരു പ്രത്യേകത, റാഫി മെക്കാട്ടിനാണ് അദ്ദേഹത്തിന്റെ ഹിറ്റുകളായ പല സിനിമകൾക്കും കഥയും തിരക്കഥയും ഒരുക്കിയിരുന്നത്. കാരണം ആ കൂട്ടുകെട്ടിന് അറിയാം എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടത്. അവരുടെ ഹൃദയബന്ധമുണ്ട്, അവരുടെ ആത്മബന്ധമുണ്ട്, സിനിമ എന്ന് പറയുന്ന കലയോടുള്ള അർപ്പണമുണ്ട്. അങ്ങനെ അവർ സിനിമയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ഉപയോഗപ്പെടുത്തുകയും സിനിമയ്ക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി തങ്ങളുടെ സിനിമയിലേക്ക് കൊണ്ടുവരികയും അതൊക്കെയും പ്രേക്ഷകന്റെ മനസ്സറിഞ്ഞുകൊണ്ട്, പ്രേക്ഷകന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് പ്രേക്ഷകർ അതൊക്കെയും തിരിച്ചറിയും, പ്രേക്ഷകർ അതൊക്കെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച സിനിമകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനവധി സിനിമകൾ, ടു കൺട്രീസ്, ഇപ്പോഴും നമുക്കറിയാം ജയറാമിന്റെ സിനിമകൾ ഏറ്റവും ശ്രദ്ധേയമായ, ഹാസ്യ സിനിമകൾ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളാണ്. കല്യാണരാമൻ, ദിലീപ്, നവ്യ നായർ,
കുഞ്ചാക്കോ ബോബൻ അവരൊക്കെയും തകർത്തമണിച്ച് അതിൽ ഓരോ സീനുകൾ ഇപ്പം സിദ്ദീഖിന്റെ അടക്കം ക്ഷമിക്കണം ഇന്നസെന്റിന്റെ അടക്കം ആ ഒരു സീനുകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ്. അങ്ങനെ ഓരോ സിനിമകൾ ഒന്നിനൊന്നും മികച്ച സിനിമകളെ ഷെർലക് ഹോംസ് അദ്ദേഹം ഷെർലക് ഹോംസ് എന്ന സിനിമയ്ക്ക് തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം 2 സിനിമകൾ നിർമ്മിച്ചിട്ടുമുണ്ട്. അങ്ങനെ നിർമ്മാതാവായിട്ടുണ്ട്, സംവിധായകൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, അങ്ങനെ ചില സിനിമകൾ അദ്ദേഹം മുഖം കാണിച്ചിട്ടുമുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങൾ അദ്ദേഹം മുഖം കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെ സിനിമയുടെ എല്ലാ മേഖലകളിലും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഷാഫി എന്ന് നമുക്ക് പറയാം. നമുക്ക് നേരത്തെ ഇപ്പോൾ കെ പി സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമാ കുടുംബമായിരുന്നു ഷാഫിയുടേത്. അദ്ദേഹം സഹോദരൻ റാഫി, അതേപോലെ തന്നെ അമ്മാവൻ സിദ്ദിഖ്, അവരൊക്കെ തന്നെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരുന്നു. ആ ഒരു പിൻബലം പറ്റിയായിരുന്നില്ല അദ്ദേഹം നടന്നത്. സ്വന്തം വഴി തെളിച്ച് അദ്ദേഹം മികവിൻ്റെ പാത തന്നെ കണ്ടെത്തുകയായിരുന്നു. ചിരിയുടെ ഒരു ട്രാക്കിലൂടെ തന്നെയായിരുന്നു മുന്നേറ്റം നടത്തിയത്. രാജസേനൻ, നേരത്തെ കെ പി സുരേഷ് പറഞ്ഞ പോലെ തന്നെ രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സിനിമാ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് 2001 ജയറാം നായകനായ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറി. പിന്നാലെ വന്ന കല്യാണരാമൻ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിട്ട് തന്നെ അത് മാറി. പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത മായാവി, തൊമ്മനും മക്കളും, പുലിവാൽ കല്യാണം, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ചോക്ലേറ്റ്, മേക്കപ്പ് മാൻ, ചട്ടമ്പിനാട്, 2 കൺട്രീസ് തുടങ്ങി ബോക്സ് ഓഫീസിൽ നിറഞ്ഞാടിയ സിനിമകളായിരുന്നു. പിന്നെ തുടർച്ചയായി ഷാഫിയുടെ ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം വിക്രം നായകനായ തമിഴ് ചിത്രം മജ ഉൾപ്പെടെ അദ്ദേഹം 18 സിനിമകളെ ചെയ്തുള്ളൂ. പക്ഷേ ഈ 18 സിനിമകളും കൃത്യമായി മലയാളികൾ ഓർത്തുവെക്കുന്നു എന്നുള്ളതാണ്. ആനന്ദം പരമാനന്ദമായിരുന്നു 2022 സംവിധാനം ചെയ്ത ആനന്ദം പരമാനന്ദമായിരുന്നു അദ്ദേഹം അവസാനം മലയാളികൾക്ക് സമ്മാനിച്ച ചിത്രം. അതിൽ ഇതുകൂടാതെ ഷാഫി സംവിധാനം മാത്രമല്ല, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് തുടങ്ങിയ നിലകളിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയ സാന്നിധ്യം തന്നെയായിരുന്നു. 57ാമത്തെ വയസ്സിൽ അദ്ദേഹം വിട പറയുന്നു. മലയാളികളെ സംബന്ധിച്ചൊരു നഷ്ടം തന്നെയാണ്. നിരവധി സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും ഇനിയും മലയാളം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആരോഗ്യ നില അദ്ദേഹത്തെ അതിനെ അനുവദിച്ചില്ല. അനാരോഗ്യം കാരണം, അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. കുറേ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. പുലർച്ചെ അന്തരിക്കുന്നു. ഒരു വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഖബറടക്കം വൈകിട്ട് 4-ന് കലൂരിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് നടക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ തുടർ വാർത്തകൾ നമുക്ക് നൽകാൻ കഴിയും.